ഹായ് ഓൾ, ഐ ആം അസ്ലഹ. ഞാൻ 22-നാണ് പ്രോമെട്രിക് എക്സാം എഴുതിയത്. അൽഹംദുലില്ലാ പാസ്സായി. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ടു ഓൾ മെഡ്വെഞ്ചർ ടീം, എക്സ്പെഷ്യലി ആൻഡ്രു സർ ആൻഡ് ചിന്നു മാം. ചിന്നു മാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഡൗട്ടും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രു സാറിൻ്റെ ക്ലാസ് നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മിക്കതും 2 ലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കേസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ ടൈം ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമേ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരുന്നു പോയത്. ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് ടൈം നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻസൊക്കെ ഞാൻ പിന്നെ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളതും ഉണ്ടായിരുന്നു. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, BMI, ക്ലിയറൻസ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, സാറിൻ്റെ ക്ലാസ് നന്നായി കേൾക്കുക. അത് നമ്മൾ നല്ലോണം ഉപകാരപ്പെടും ഓരോ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ നല്ലോണം സഹായിച്ചിട്ടുണ്ട് സാറിൻ്റെ ഓരോ ക്ലാസ്സും. എല്ലാ പോർഷനും കവർ ചെയ്ത് പോവുക. പിന്നെ എനിവേ, thank to all Medventure team and all the best to all students. പിന്നെ ഓരോ ഫയൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ ആൻസർ കാണാതെ പഠിക്കരുത്. എന്തുകൊണ്ട് ആ ആൻസർ വന്നതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ ഫയൽസിലും കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മളെ മെൻറ്റേഴ്സുമായിട്ടും പിന്നെ നമ്മളെ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. അങ്ങനെ ആൻസേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതലും ഒന്നും കൂടി മനസ്സിലാവും. എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളാവും. പിന്നെ മാക്സിമം നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. പിന്നെ സാറ് മെറ്റീരിയൽസിലെ ഓരോ പോയിൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി എക്സാം എഴുതണ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.